നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് ലെനോവോ എന്ന് പറയുന്ന ബ്രാൻഡ് പുറത്തിറക്കിയിരിക്കുന്ന ThinkPad X13 എന്ന് പറയുന്ന 2-in-1 ലാപ്ടോപ്പാണ്. അതും ഏറ്റവും ലേറ്റസ്റ്റ് ജനറേഷൻ ആയിട്ടുള്ള G5 സീരീസ് ആണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. ആദ്യമേ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ, ഈ ഒരു വീഡിയോ നിങ്ങൾക്കായിട്ട് അവതരിപ്പിക്കുന്നത് ലെനോവോയും അതുപോലെ മൈക്രോസോഫ്റ്റും ചേർന്നാണ്. എന്നിരുന്നാലും ഈ ഒരു വീഡിയോ ആക്ച്വലി ഞാൻ ഈ ഒരു ലാപ്ടോപ്പ് കഴിഞ്ഞ കുറച്ച് ദിവസം ഉപയോഗിച്ച് അതിന്റെ ഒരു ഫീച്ചേഴ്സ് ആണ് നിങ്ങളെ പരിചയപ്പെടുന്നത്. ഈ ഒരു വീഡിയോയുടെ കണ്ടന്റിൽ എന്റെ അഭിപ്രായങ്ങൾ പൂർണ്ണമായിട്ടും എന്റേതാണ്. അതിനകത്ത് ലെനോവോയുടേതായിട്ടുള്ള യാതൊരുവിധ കൈകടത്തലുമില്ല. നമ്മൾ ഈ ഒരു ലാപ്ടോപ്പിലേക്ക് നോക്കി കഴിഞ്ഞാൽ വളരെ കോമ്പാക്ട് ആയിട്ടുള്ള ഒരു സൈസ് തന്നെയാണ് ഈ ഒരു ലാപ്ടോപ്പിന് ലെനോവോ കൊടുത്തിരിക്കുന്നത്. നോക്കിയത് ഈ ഒരു ThinkPad എന്ന് എഴുതിയിരിക്കുന്ന ഇവിടെ റെഡ് കളർ ലൈറ്റ് ഇതുപോലെ നമുക്ക് കാണാം. അതുപോലെ ഇവിടെ ലെനോവോ എന്ന് പറയുന്ന ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നതായിട്ടും കാണാം. ഈ ഒരു ഭാഗം കണ്ടില്ലേ, ഇത് സാധാരണ ലാപ്ടോപ്പിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഭാഗമായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നു. ഈ ഒരു ലാപ്ടോപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു 2-in-1 ലാപ്ടോപ്പാണ്, പേര് സൂചിപ്പിക്കുന്ന പോലെ. കാരണം ഇതൊരു ലാപ്ടോപ്പ് കണക്ക് ഇങ്ങനെ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇത് 360 ഡിഗ്രിയിൽ നമുക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്തുകൊണ്ട് ഒരു ടാബ്ലറ്റ് കണക്കി നമുക്ക് ഉപയോഗിക്കാം. കാരണം ഈ ഒരു ലാപ്ടോപ്പിന്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് ടച്ച് ആണ്, കണ്ടില്ലേ. നമുക്ക് ഇതുപോലെ ടച്ച് സ്ക്രീൻ ഒക്കെ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ടാബ്ലറ്റ് കണക്കി ഉപയോഗിക്കാം. അപ്പൊ അതുപോലെ നമ്മൾ ഈ ഒരു ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഈ കീബോർഡ് ഏരിയയിലേക്ക് നോക്കുമ്പോൾ സാധാരണ ലാപ്ടോപ്പിൽ കാണാത്ത ഇവിടെ ഒരു റെഡ് കീ കാണാം നമുക്ക്. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ജോയ്സ്റ്റിക് ആണ്. അതായത് ഈ ഒരു ഭാഗത്ത് കണ്ടില്ലേ, ഇങ്ങനെ നമുക്ക് മൗസ് പോയിന്റർ കണ്ടില്ലേ, അതായത് ഇതിനകത്ത് ഇങ്ങനെ ടച്ച് ചെയ്തുകൊണ്ട് നമുക്ക് ഈ മൗസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും നാവിഗേറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു ജോയ്സ്റ്റിക്ക് നമുക്ക് ഉപയോഗിക്കാം, മൗസ് പാഡ് കൂടാതെ. അങ്ങനെ ഒരു പ്രത്യേകതയും ഈ ഒരു ലാപ്ടോപ്പിന് നൽകിയിട്ടുണ്ട്. ഇതിന്റെ പോർട്ടുകളെ പറ്റി പറഞ്ഞാൽ ഇവിടെ ഇടത് സൈഡിലായിട്ട് നോക്കുമ്പോൾ 2 Type-C പോർട്ട്, അതും Thunderbolt 4 സപ്പോർട്ടുള്ള പോർട്ടുണ്ട്. അതുപോലെ മൈക്രോ USB പോർട്ട്, അതുപോലെ ഒരു 3.5mm കോംബോ ഓഡിയോ ജാക്ക് നൽകിയിട്ടുണ്ട്. ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഇതുപോലെ വീണ്ടും ഒരു USB പോർട്ടും അതുപോലെ ഒരു HDMI പോർട്ടും ഇവിടെ കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം. ഈ ഒരു ഭാഗത്തായിട്ട് ഇത്തരത്തിൽ ഹീറ്റ് വെന്റിലേഷൻ കൊടുത്തിട്ടുണ്ട്. ബാക്കിലും അതിന്റെ ഒരു വെന്റിലേഷൻ നന്നായിട്ട് നൽകിയിട്ടുണ്ട്. മൊത്തത്തിൽ ഒരു കോമ്പാക്ട് സൈസാണ് ഈ ഒരു ലാപ്ടോപ്പ്. ഇതിന്റെ വെയിറ്റ് പറഞ്ഞാൽ വെറും 1.2 kg മാത്രമേ ഉള്ളൂ. അപ്പൊ യാത്രയിലൊക്കെ കൊണ്ട് നടക്കാൻ ഭയങ്കര സുഖമാണ്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്, കോമ്പാക്ട് ആണ്. എനിക്ക് ഇതിന്റെ ഡിസൈൻ ഭയങ്കരമായിട്ട് സത്യം പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടു. എനിക്ക് വലിയ ലാപ്ടോപ്പുകളെക്കാളും ഇപ്പോഴും ഇതുപോലെ കോമ്പാക്ട് സൈസുള്ള ലാപ്ടോപ്പുകളാണ് ഇഷ്ടം. ആള് കോമ്പാക്ട് ആണെങ്കിലും ഈ ഒരു ലാപ്ടോപ്പിന്റെ ബോഡി എന്നൊക്കെ പറയുന്നത് മെറ്റാലിക് ബോഡിയാണ്. മഗ്നീഷ്യം മെറ്റൽ കൊണ്ടാണ് ഈ ഒരു ലാപ്ടോപ്പിന്റെ താഴ്ഭാഗവും അതുപോലെ മുകൾ ഭാഗവും തയ്യാറാക്കിയിരിക്കുന്നത്. 90% റീസൈക്കിൾഡ് മഗ്നീഷ്യം, അതുപോലെ തന്നെ 55% റീസൈക്കിൾഡ് അലുമിനിയം കൊണ്ടാണ് ഇതിന്റെ പാർട്ടുകൾ തയ്യാറാക്കിയിരിക്കുന്നത്. മാത്രമല്ല ഇതിന്റെ പാക്കിങ്ങിനും കൊണ്ട് പ്രത്യേകത 100% പ്ലാസ്റ്റിക് ഫ്രീ ആയിട്ടുള്ള ഒരു പാക്കിങ്ങിലാണ് ഈ ഒരു ലാപ്ടോപ്പ് വരുന്നത്. അപ്പോൾ പ്രകൃതിക്കൊന്നും ദോഷം ഉണ്ടാകുന്ന തരത്തിലുള്ള പാക്കിംഗ് അല്ല ഈ ഒരു ലാപ്ടോപ്പിന്റെ എന്നുള്ളതും പ്രത്യേകതയാണ്. നമ്മൾ ഈ ഒരു ലാപ്ടോപ്പ് ഇതുപോലെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആയിട്ട് വെബ് ക്യാമറ നമുക്ക് ഇതുപോലെ കാണാൻ സാധിക്കും. അതിന് ഇവിടെ ഒരു ഫിസിക്കൽ പ്രൈവസി ഷട്ടർ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ഉപയോഗിക്കാത്ത സമയത്ത് ഈ ഒരു ഷട്ടർ ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് വേണമെങ്കിൽ ക്യാമറ ക്ലോസ് ചെയ്ത് വയ്ക്കാം. പ്രൈവസിക്ക് പ്രശ്നമൊന്നും വരത്തില്ല. അത്തരത്തിലൊരു 5MB RGB വെബ് ക്യാമറയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. IR സപ്പോർട്ടഡ് ആയിട്ടുള്ള വെബ് ക്യാമറയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. മാത്രമല്ല ഈ ഒരു ലാപ്ടോപ്പിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു സാധനം ഒളിച്ചു വെച്ചിട്ടുണ്ട്. അതായത് ഈ ഒരു ലാപ്ടോപ്പിന്റെ ഒരു സ്റ്റൈലസ് ഉണ്ടല്ലേ, ഈ ഒരു ലാപ്ടോപ്പിന് ഇത്തരത്തിലൊരു സ്റ്റൈലസും നൽകിയിട്ടുണ്ട്. അങ്ങനെ ഒരു സ്റ്റൈലസ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ കണ്ടില്ലേ, നമുക്ക് ഈ സ്റ്റൈലസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു ലാപ്ടോപ്പ് പ്രവർത്തിപ്പിക്കാം. എന്തെങ്കിലും എഴുതണമെങ്കിലൊക്കെ ഈ ഒരു സ്റ്റൈലസ് ഉപയോഗിച്ചുകൊണ്ട് എഴുതാം. പ്രത്യേകിച്ച് ഈ ഒരു ടാബ്ലറ്റ് മോഡിൽ നമുക്ക് ഈ ഒരു സ്റ്റൈലസ് കൂടുതൽ യൂസ്ഫുൾ ആയിരിക്കുമെന്നും ഓർമ്മിക്കട്ടെ. ഇതിന്റെ ഡിസ്പ്ലേ പറ്റി പറഞ്ഞാൽ നിങ്ങൾ ഇപ്പൊ തന്നെ നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും. നോക്കി, ആന്റി ഗ്ലെയർ ഡിസ്പ്ലേ ആണ് ഈ ഒരു ലാപ്ടോപ്പിന് നൽകിയിരിക്കുന്നത്. അതായത് ഹാർഷായിട്ട് ലൈറ്റ് വീണ് ഭയങ്കരമായിട്ട് ഗ്ലെയർ ചെയ്ത് നമ്മുടെ ആ ഒരു വ്യൂയിങ് എക്സ്പീരിയൻസിനെ മറയ്ക്കാത്ത തരത്തിലുള്ള ഒരു ആന്റി ഗ്ലെയർ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. അതെന്തായാലും വലിയ കാര്യമാണ്. 13.3 ഇഞ്ചിന്റെ ഡിസ്പ്ലേ സൈസാണ് ഈ ഒരു ലാപ്ടോപ്പിന് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ലാപ്ടോപ്പ് നല്ല കോമ്പാക്ട് സൈസിൽ നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ IPS LCD ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. 100% sRGB സപ്പോർട്ടുള്ള ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കളർ ആക്യുറസി കറക്റ്റ് ആയിരിക്കും. നമുക്ക് വീഡിയോ എഡിറ്റിങ്ങോ ഫോട്ടോ എഡിറ്റിങ്ങോ ഒക്കെ ഈ ഒരു ലാപ്ടോപ്പിൽ ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു കളർ നമുക്ക് ഈ ഒരു ലാപ്ടോപ്പിന്റെ ഡിസ്പ്ലേ സ്ക്രീൻ നമുക്ക് റീപ്രൊഡ്യൂസ് ചെയ്യും. മാത്രമല്ല ലോ പവർ ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ബാറ്ററി കൺസംഷൻ വളരെ കുറച്ചേ അതുണ്ടാവും. മാത്രമല്ല സേഫ് ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ലാപ്ടോപ്പിലൊക്കെ കൂടുതൽ നേരം വർക്ക് ചെയ്യുമ്പോൾ കണ്ണിന് ഹാനികരമല്ലാത്ത തരത്തിലുള്ള സേഫ് ആയിട്ടുള്ള, കണ്ണ് സേഫ് ആകുന്ന തരത്തിലുള്ള ഒരു ഡിസ്പ്ലേ ആണ് എന്തായാലും ഈ ഒരു ലാപ്ടോപ്പിനകത്ത് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ലേറ്റസ്റ്റ് Wi-Fi 7 ബ്ലൂടൂത്ത് 5.4 സപ്പോർട്ടൊക്കെ ഈ ഒരു ലാപ്ടോപ്പിനകത്ത് ലെനോവോ നൽകിയിട്ടുമുണ്ട്. ഇനി ഈ ഒരു ലാപ്ടോപ്പിന്റെ പെർഫോമൻസ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്റൽ Core Ultra 7 പ്രോസസർ, അതും 165U സീരീസ് പ്രോസറാണ് ഈ ഒരു ലാപ്ടോപ്പിനകത്ത് നൽകിയിരിക്കുന്നത്. മൊത്തത്തിൽ 12 കോറുകളാണ് ഈ ഒരു പ്രോസസറിനുള്ളത്. അതായത് 2 പെർഫോമൻസ് കോറുകളും 8 എഫിഷ്യൻസി കോറുകളും 2 LPE കോറുകളുമാണ് ഈ ഒരു പ്രോസസറിനുള്ളത്. ഇതൊരു AI ബേസ്ഡ് ലാപ്ടോപ്പ് ആണെന്ന് പറയേണ്ടി വരും. അതായത് ഇതിന്റെ പ്രോസസർ ഈ പറഞ്ഞ പോലെ AI ബേസ്ഡ് ആക്ടിവിറ്റിക്ക് കൂടുതൽ സപ്പോർട്ട് നൽകുന്ന തരത്തിലുള്ള ഒരു പ്രോസസറാണ് നൽകിയിരിക്കുന്നത്. നമ്മൾ പരിശോധിക്കുന്ന ഈ ഒരു പർട്ടിക്കുലർ ലാപ്ടോപ്പിന് 32GB LPDDR5X RAM നൽകിയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ 16GB മതിയെങ്കിൽ ആ വേരിയന്റ് വാങ്ങാവുന്നതാണ്. എന്തായാലും ഇതിൽ 32GB RAM നൽകിയിട്ടുണ്ട്. മാക്സിമം നമുക്ക് 64GB വരെ ഇത് അപ്ഗ്രേഡ്
ചെയ്യാൻ സാധിക്കും. അതായത് ഇതിനകത്ത് 32 GB രണ്ട് റാം നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റും. അഡീഷണൽ ആയിട്ട് ഒരു റാം സ്ലോട്ട് ഫ്രീ ആയിട്ട് ഇതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. അതുപോലെ ഇതിൻ്റെ ഇന്റർണൽ സ്റ്റോറേജിനെ പറ്റി പറഞ്ഞാൽ 1 TB SSD, അതും PCIe 5 സപ്പോർട്ടുള്ള SSD ആണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ സോഫ്റ്റ്വെയർ സൈഡാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം വിൻഡോസിൻ്റെ 11 Pro എഡിഷൻ ആണ് ഈ ഒരു ലാപ്ടോപ്പിനകത്ത് ഫ്രീ ഇൻസ്റ്റാൾ ആയിട്ട് വരുന്നത്. വിൻഡോസ് 11 Pro. സാധാരണ വിൻഡോസ് ഹോം ബേസിക് അല്ലെങ്കിൽ ഹോം എഡിഷനൊക്കെയാണ് പല ലാപ്ടോപ്പിൽ നിന്ന് നമ്മൾ കാണാറുള്ളത്. പക്ഷേ ഇതിനകത്ത് പ്രോ എഡിഷൻ തന്നെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആയിട്ട് ഞാൻ കാണുന്നത്. കാരണം ഈ ഒരു ലാപ്ടോപ്പ് പ്രധാനമായിട്ടും പ്രൊഫഷണൽസിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത് തോന്നുന്നു. അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ വിൻഡോസ് 11 Pro എഡിഷൻ തന്നെ ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. അങ്ങനെ വിൻഡോസ് 11 Pro എഡിഷൻ നൽകിയിരിക്കുന്നത് കൊണ്ട് തന്നെയും നമുക്ക് വിൻഡോസിൻ്റെതായിട്ടുള്ള കൂടുതൽ സെക്യൂരിറ്റി ഈ ഒരു ലാപ്ടോപ്പ് പ്രദാനം ചെയ്യുന്നു. അതായത് മൈക്രോസോഫ്റ്റ് പ്ലൂട്ടോൺ സെക്യൂരിറ്റി പ്രോസസ്സർ ഉപയോഗിച്ചുകൊണ്ട് മികച്ച ഒരു സെക്യൂരിറ്റി, നമ്മുടെ ഡേറ്റ സെക്യൂർ ആയിരിക്കും ഈ ഒരു ലാപ്ടോപ്പിൽ. അതായത് ഈ ഒരു ലാപ്ടോപ്പിലേക്ക് ഇന്റർനെറ്റൊക്കെ കണക്ട് ചെയ്താലും മറ്റ് ആപ്ലിക്കേഷൻസ് വഴിയൊന്നും ഉള്ള ഒരു നുഴഞ്ഞു കയറ്റം ഇതിലേക്ക് ഉണ്ടാവില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. അത് ഈ വിൻഡോസ് 11 പ്രോയുടെ ഒരു ഹൈലൈറ്റ് ആണ്. സെക്യൂരിറ്റി, മികച്ച ഒരു സെക്യൂരിറ്റി എന്തായാലും സോഫ്റ്റ്വെയർ സൈഡിൽ നിന്നും ഈ ഒരു ലാപ്ടോപ്പിന് മൈക്രോസോഫ്റ്റ് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റിന്റെ ഭാഗത്ത് നിന്ന് മറ്റൊരു ഫീച്ചർ കൂടി ഈ ഒരു ലാപ്ടോപ്പിന് നൽകിയിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ലാപ്ടോപ്പിന്റെ ഫ്രണ്ടിൽ ഇരുന്ന് വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ പ്രസൻസ് ഡിറ്റക്ട് ചെയ്തുകൊണ്ട് ഈ ഒരു സ്ക്രീൻ ഓൺ ആയിരിക്കുകയും നമ്മൾ ഈ ഒരു ലാപ്ടോപ്പിന്റെ മുന്നിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ നമ്മുടെ ആബ്സെൻസും ഡിറ്റക്ട് ചെയ്തുകൊണ്ട് സ്ക്രീൻ ലോക്ക് ആയിരിക്കുകയും ചെയ്യും. തിരിച്ച് വീണ്ടും നമ്മൾ ഇതിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ മാത്രം സ്ക്രീൻ അൺലോക്ക് ആകും. അപ്പോൾ അത്തരത്തിലൊക്കെയുള്ള മൈക്രോസോഫ്റ്റിൻ്റെതായിട്ടുള്ള മികച്ച സെക്യൂരിറ്റി സംവിധാനങ്ങൾ ഈ ഒരു വിൻഡോസ് 11 പ്രോയുടെ ഭാഗമായിട്ട് ഈ ഒരു ലാപ്ടോപ്പിനകത്ത് നൽകിയിട്ടുണ്ട്. സെക്യൂരിറ്റി കഴിഞ്ഞാൽ മൈക്രോസോഫ്റ്റിൻ്റെതായിട്ടുള്ള മികച്ച മാനേജ്മെന്റ് ഇതിനകത്ത് നൽകിയിട്ടുണ്ട്. അതായത് നമുക്ക് എളുപ്പത്തിൽ ഇതിനകത്ത് സോഫ്റ്റ്വെയർ ഒക്കെ അപ്ഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വിൻഡോസ് അപ്ഡേറ്റ് ഫോർ ബിസിനസ് എന്ന പേരിൽ ഒരു ഫീച്ചറും ഇതിനകത്ത് നൽകിയിട്ടുണ്ട്. അതുപോലെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിസിനസ് ആപ്ലിക്കേഷൻസ്, ലേറ്റസ്റ്റ് ആയിട്ടുള്ള മികച്ച ഹാർഡ്വെയറിൻ്റെ ഒക്കെ സപ്പോർട്ടും മൈക്രോസോഫ്റ്റിന്റെ ഭാഗമായിട്ട് ഈ ഒരു ലാപ്ടോപ്പിനകത്ത് നൽകിയിട്ടുണ്ട്. മികച്ച പ്രൊഡക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് മൈക്രോസോഫ്റ്റിൻ്റെതായിട്ടുള്ള കോ പൈലറ്റ് സംവിധാനം ഈ ഒരു ലാപ്ടോപ്പിനകത്ത് നൽകിയിട്ടുണ്ട്. കോ പൈലറ്റ് എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി പറയാം, മൈക്രോസോഫ്റ്റിൻ്റെതായിട്ടുള്ള AI അധിഷ്ഠിതമായിട്ടുള്ള ഒരു ഇന്റലിജൻസ് സംവിധാനമാണ് ഈ ഒരു കോ പൈലറ്റ്. ഈ ഒരു കോ പൈലറ്റ് വഴി നമുക്ക് ടെക്സ്റ്റ് വഴി ടൈപ്പ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ വോയിസ് കൊണ്ട് പ്രോംപ്റ്റ് ചെയ്തുകൊണ്ടോ ഒക്കെ നമുക്ക് വിവരങ്ങൾ നമുക്ക് ഈ ഒരു ലാപ്ടോപ്പിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു PDF ഫയൽ നിങ്ങളുടെ കിട്ടുന്നു. അതിൽ നിന്ന് സാധാരണഗതിയിൽ നമുക്ക് ടെക്സ്റ്റ് കോപ്പി ചെയ്യാനൊന്നും പറ്റില്ല, ടെക്സ്റ്റ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റില്ല. എന്നാൽ ഈ കോ പൈലറ്റ് വഴി ഒരു PDF ഫയൽ ആ കോ പൈലറ്റിലേക്ക് ഇതുപോലെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള ടെക്സ്റ്റ് എക്സ്ട്രാക്ട് ചെയ്യണമെന്നുള്ള ഒരു പ്രോംപ്റ്റ് നൽകി കഴിഞ്ഞാൽ ഈസി ആയിട്ട് ആ ഒരു PDF ഫയൽ നമുക്ക് ടെക്സ്റ്റ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്കിപ്പം HTML ഉപയോഗിച്ചുകൊണ്ട് വെബ് പേജ് ഡിസൈനിങ് ഒന്നും അറിയത്തില്ല എന്നിരിക്കട്ടെ, ഒരു ബേസിക് ആയിട്ടുള്ള ഒരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതിനുള്ള കമാൻഡും നമ്മൾ ഈ ഒരു കോ പൈലറ്റിന് നൽകിയാൽ മതി. ഈ ഒരു സിസ്റ്റത്തിൽ കോ പൈലറ്റ് അത്തരത്തിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് വേണ്ടുന്ന ബേസിക് ആയിട്ടുള്ള ആ ഒരു വെബ് പേജ് ഡിസൈൻ ചെയ്ത് തരും. അങ്ങനെയുള്ള ഒരു AI സംവിധാനം, മൈക്രോസോഫ്റ്റിൻ്റെതായിട്ടുള്ള ഒരു AI സംവിധാനം കോ പൈലറ്റ് ഈ ഒരു സിസ്റ്റത്തിൽ നൽകിയിട്ടുണ്ട്. എന്ത് തന്നെ ആയാലും വിൻഡോസ് 11 Pro നമുക്ക് ഈ ഒരു ലാപ്ടോപ്പ് വഴി പ്രീ ബണ്ടിൽഡായിട്ട് ലഭിക്കുന്നു എന്നുള്ളത് ഒരു വലിയ ഹൈലൈറ്റ് തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് പ്രൊഫഷണൽസിനെയാണ് കൂടുതലായിട്ട് ഈ ഒരു ലാപ്ടോപ്പ് ഉന്നം വയ്ക്കുന്നത്. മൾട്ടിമീഡിയയെ പറ്റി പറഞ്ഞാൽ ഇതിനകത്ത് 2 വാട്ടിന്റെ 2 സ്പീക്കറുകളാണ് നൽകിയിരിക്കുന്നത്. മികച്ച സൗണ്ട് ക്വാളിറ്റി തന്നെയാണ് ഈ ഒരു ലാപ്ടോപ്പ് സമ്മാനിക്കുന്നത്. അതിന് കാരണം ഡോൾബി ഓഡിയോ പ്രീമിയം സപ്പോർട്ടും അതുപോലെ തന്നെ ഡോൾബി വോയിസ് സപ്പോർട്ടും ഈ ഒരു ലാപ്ടോപ്പിനകത്ത് ലെനോവോ നൽകിയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഡോൾബിയുടേതായിട്ടുള്ള ഒരു മികച്ച സൗണ്ട് എക്സ്പീരിയൻസ് നമുക്ക് ഈ ഒരു ലാപ്ടോപ്പിൽ നിന്നും ആസ്വദിക്കാൻ സാധിക്കുന്നു. മാത്രമല്ല റിയൽ ടെക്കിന്റെ ALC 3287 കോഡക്കിന്റെ സപ്പോർട്ടും ഈ ഒരു ലാപ്ടോപ്പിനകത്ത് നൽകിയിട്ടുണ്ട്. അടുത്തായിട്ട് ഇതിന്റെ ഒരു കീബോർഡിനെ പറ്റി പറഞ്ഞാൽ നോക്കി, വളരെ കോമ്പാക്ട് സൈസിലുള്ള ഒരു കീബോർഡാണ്. ഡെഡിക്കേറ്റഡ് ന്യൂമറിക് പാഡ് കൊടുത്തിട്ടില്ല, ഇത്തരത്തിൽ മുകളിലായിട്ടാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു റെഡ് കളറിലെ ട്രാക്ക് പാഡ് ആണ് ഈ ഒരു ലാപ്ടോപ്പിന്റെ മറ്റൊരു ഹൈലൈറ്റ്. നേരത്തെ ഞാൻ കാണിച്ച ഈ തിങ്ക് പാഡിന്റെ ഇവിടെ കാണുന്ന റെഡ് ലൈറ്റ് പോലെ തോന്നിപ്പിക്കുന്ന തരത്തിൽ ഒരു റെഡ് കളർ ആക്സെന്റിലാണ് ഈ ഒരു ട്രാക്ക് പാഡ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഈ ഒരു ട്രാക്ക് പാഡ് ഏരിയയിൽ അത്തരത്തിലൊരു റെഡ് ലൈനിങ് കൊടുത്തിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ട്രാക്ക് പാഡ് ഒരു നോർമൽ സൈസിലുള്ള ട്രാക്ക് പാഡാണ്. പക്ഷേ എടുത്ത് പറയേണ്ട കാര്യം, ഒരു ലെഫ്റ്റ് ബട്ടണും റൈറ്റ് ബട്ടണും ഒക്കെ ആയിട്ട് ഒരു ഡെഡിക്കേറ്റഡ് ബട്ടൺ തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നു. അതുപോലെ ഇവിടെ തിങ്ക് പാഡ് എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഇന്റലിന്റെ V Pro ചിപ്സെറ്റിനെ പറ്റിയിട്ടൊക്കെയുള്ള ലോഗോകളും സ്റ്റിക്കറുകളും ഈ ഒരു ഭാഗത്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്പീക്കർ ഔട്ട് ഈ ഒരു ഭാഗത്ത് 2 ഭാഗത്തായിട്ടാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ടുള്ളൊരു ഗുണമെന്ന് പറയുന്നത് നമ്മളിങ്ങനെ ടേബിളിൻ്റെ പുറത്തോ അല്ലെ ബെഡിലോ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ സൗണ്ട് അടഞ്ഞു പോവില്ല. നല്ല രീതിയിൽ സൗണ്ട് നമുക്ക് പുറത്തേക്ക് കേൾക്കാൻ ഈ സൈഡിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു സ്പീക്കറുകൾ നമ്മെ സഹായിക്കും. ഇതിൻ്റെ ഒരു പവർ ബട്ടൺ ഈ ഒരു ഭാഗത്തായിട്ടാണ് നൽകിയിരിക്കുന്നത്. ബാറ്ററിയെ പറ്റി പറഞ്ഞാൽ 41 വാട്ട് അവറിന്റെ ബാറ്ററിയാണ് ഈ ഒരു ലാപ്ടോപ്പിനകത്ത് നൽകിയിരിക്കുന്നത്. അത് ചാർജ് ചെയ്യുന്നതിന്
വേണ്ടി 65 വാട്ടിന്റെ ഇത്തരത്തിലുള്ള ഒരു ടൈപ്പ് സി ചാർജറുമാണ് ഈ ഒരു ലാപ്ടോപ്പിനോടൊപ്പം നൽകിയിരിക്കുന്നത്. വെറും 60 മിനിറ്റ് നമ്മൾ ചാർജ് ചെയ്താൽ തന്നെ 80% ഈ ഒരു ലാപ്ടോപ്പ് ചാർജ് ചെയ്യാൻ സാധിക്കും. അതായത് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഈ ഒരു ലാപ്ടോപ്പിന് നൽകിയിട്ടുണ്ടെന്ന് ചുരുക്കം. അടുത്തതായിട്ട് ഇതിന്റെ ഒരു പ്രൈസിംഗ് ആണ്. അപ്പോൾ ഒരു 2-in-1 ലാപ്ടോപ്പ് ആണെന്ന് ഓർക്കണം, സ്റ്റൈലസ് സപ്പോർട്ട് ഉണ്ടെന്നുള്ളത് ഓർക്കണം, അതുപോലെ ടച്ച് സപ്പോർട്ട് ഉണ്ട് എന്നുള്ളത് ഓർക്കണം. ഇതെല്ലാം ഓർത്തുകൊണ്ട് വേണം ഈ ഒരു ലാപ്ടോപ്പ്. മാത്രമല്ല ഇന്റൽ കോർ അൾട്രാ 7 പ്രോസർ ആണെന്നുള്ളത് ഓർക്കണം. ഇതെല്ലാം ഓർത്തുകൊണ്ട് വേണം ഈ ഒരു ലാപ്ടോപ്പിന്റെ പ്രൈസ് കേൾക്കാൻ. 1,38,977 രൂപ മുതലാണ് ഈ ഒരു ലാപ്ടോപ്പിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രോസസ്സറിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള കോൺഫിഗറേഷനിൽ നമുക്ക് ഇത് കോൺഫിഗർ ചെയ്ത് ഈ ഒരു ലാപ്ടോപ്പ് എടുക്കാൻ സാധിക്കും. ഇനി നമുക്ക് ഇതിന്റെ റാം കൂട്ടണമെങ്കിൽ കൂട്ടാം, കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. അങ്ങനെ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ലെനോവോയുടെ സൈറ്റിൽ നിന്ന് നമുക്ക് ഇത്തരം ലാപ്ടോപ്പുകൾ വാങ്ങാൻ സാധിക്കും എന്നുള്ളതാണ് പ്രത്യേകത. എന്തിനായാലും ഇത് ഈ പറഞ്ഞ പോലെ ഒരു കോമ്പാക്ട് സൈസിൽ വരുന്ന ഒരു മികച്ച ലാപ്ടോപ്പ് തന്നെയാണ് ലെനോവോ തിങ്ക്പാഡ് X13 2-in-1 ജനറേഷൻ 5.